ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ 2 സെഷനിൽ മൊഡ്യൂൾ നമ്പർ 2 ഫണ്ടമെൻറ്റൽസ് ഓഫ് അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ 2 പാർട്ട് ഡിസ്കസ് ചെയ്തു. അതിൽ ആദ്യത്തെ സെഷനിൽ നമ്മൾ ആസിഡ് ബേസ് കൺസെപ്റ്റ്സ് കണ്ടു. രണ്ടാമത്തേൽ നമ്മൾ ഇക്വലൻ വെയിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ജസ്റ്റ് നോക്കി. ഇന്ന് മൂന്നാമത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള യൂണിറ്റാണ്. പ്രധാനമായിട്ടും നോർമാലിറ്റി, മൊളാരിറ്റി പോലുള്ള യൂണിറ്റ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വക കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നമുക്ക് കോൺസെൻട്രേഷൻ ടേംസിലേക്ക് കയറാം. ആദ്യം നമ്മൾ ഈ സ്ലൈഡിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൊല്യൂഷൻസ് ആണ്. എന്താണ് സൊല്യൂഷൻ? നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്നതാണ് സൊല്യൂഷൻ, അല്ലേ? 2 അതിലധികമോ കമ്പോണൻസ് ഉള്ള ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വെച്ചാൽ, മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. 2 അതിലധികം കമ്പോണൻസോ കൂടി ചേർന്നുള്ളതിനെയൊക്കെ നമ്മൾ മിക്സ്ചർ എന്ന് പറയും. ഒരു മിക്സ്ചറിനെ നമ്മൾ ഹോമോജീനിയസ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ഈ കമ്പോണൻസ് എല്ലാം കൂടി ചേർന്ന് അവരെ വേർതിരിക്കാൻ പറ്റാത്ത വിധം അവർ തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കുവാണെങ്കിൽ ആ മിക്സ്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ സബ്സ്റ്റൻസസിൻ്റെ ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് സോൾട്ട് സൊല്യൂഷൻ നോക്കാം. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ, സോൾട്ട് സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് സോൾട്ട് എടുത്തു, അതിനകത്തേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്തു, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് രണ്ടും പ്രോപ്പർലി മിക്സ് ആയി കഴിഞ്ഞാൽ സോൾട്ടിനെ വേറെ വാട്ടറിനെ വേറെ ആക്കി ഡിവൈഡ് ചെയ്യാൻ അത്ര എളുപ്പം സാധിക്കില്ല. നോർമൽ ഇതിൽ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള 2 കമ്പോണൻസും കൂടെ പ്രോപ്പറായിട്ട് മിക്സായി പരസ്പരം വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രോപ്പറായിട്ട് മിക്സ് ആവുന്ന മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചർ. സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിളാണ്. 2 അതിലധികമോ കമ്പോണൻസ് കൂടി ചേർന്നുള്ള ഹോമോജീനിയസ് മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് ഇപ്പോൾ സോൾട്ട് സൊല്യൂഷൻ പറഞ്ഞു. നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്നത് കുറച്ച് സോൾട്ട്, കൂടുതൽ വാട്ടർ. സാധാരണ രീതിയിൽ അങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. കുറഞ്ഞ എമൗണ്ടിൽ സോൾട്ട് എടുത്തു, പിന്നെ അതിനകത്തേക്ക് കുറച്ചധികം വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഉപ്പ് അല്ലെങ്കിൽ സോൾട്ട് വളരെ കുറവാണ്, വാട്ടർ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട്. ഏത് കമ്പോണൻ്റാണോ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പ്രസൻ്റ് ആയിരിക്കുന്നത് ആ കമ്പോണൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട്. അതുപോലെ ഏത് സബ്സ്റ്റൻസ് ആണോ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പ്രസൻ്റ് ആയിരിക്കുന്നത് ആ സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾവെൻറ്റ്. അപ്പോൾ ഒരു സൊല്യൂട്ടും ഉണ്ട്, ഒരു സോൾവെൻറ്റും ഉണ്ട്. കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ളതിനെ സൊല്യൂട്ട് എന്നും കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ളതിനെ സോൾവെൻ്റ് എന്നും വിളിക്കും. സോൾട്ട് സൊല്യൂഷനിൽ നമ്മളുടെ സോൾട്ടാണ് സൊല്യൂട്ട്, വാട്ടറാണ് സോൾവെൻറ്റ്. ഓക്കെ, ഈ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും മിക്സ്ചറാണ് സൊല്യൂഷൻ. ഇപ്പോൾ സോൾട്ട് സൊല്യൂഷനിൽ സോൾട്ട് സൊല്യൂട്ടാണ്, സോൾവെൻറ്റ് വാട്ടറാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നതിൽ മൊത്തം ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന എല്ലാ സൊല്യൂഷൻസിലും സോൾവെൻറ്റ് വാട്ടറായിട്ടുള്ള സൊല്യൂഷൻസാണ് എടുക്കുന്നത്. അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മളൊരു പേര് പറയും. അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്വസ് സൊല്യൂഷൻ. ഏതൊക്കെ സൊല്യൂഷനിലാണോ സോൾവെൻ്റായിട്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നത് ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്വസ് സൊല്യൂഷൻ. അപ്പോൾ അക്വസ് സൊല്യൂഷൻ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സോൾട്ട് സൊല്യൂഷൻ പറഞ്ഞു. സോൾട്ടാണ് സൊല്യൂട്ട്, വാട്ടർ സോൾവെൻ്റാണ്. അപ്പോൾ നമ്മൾ സോൾട്ട് സൊല്യൂഷൻ നമ്മൾ പേര് വിളിക്കുന്നത് സോൾട്ട് സൊല്യൂഷൻ എന്നാണ്. അതിനകത്ത് സോൾട്ട് എന്ന് പറയുന്നത് സൊല്യൂട്ടാണ്. അപ്പോൾ എപ്പോഴും ഒരു സൊല്യൂഷനെ നെയിം ചെയ്യുന്നത് അതിൻ്റെ സൊല്യൂട്ട് ഏതാണോ ആ സൊല്യൂട്ടിനനുസരിച്ചാണ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അതിൽ സൊല്യൂട്ടായിട്ടിരിക്കുന്നത് സോൾട്ടാണ്. സോൾട്ട് സൊല്യൂഷൻ എന്നാണ് അതിൻ്റെ പേര്. വേറൊരു എക്സാമ്പിൾ താഴെ ഞാൻ തന്നിട്ടുണ്ട്. NaCl സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അതിനകത്ത് സൊല്യൂട്ട് വരുന്നത് NaCl ആണ്, സോൾവെൻറ്റ് വരുന്നത് വാട്ടറാണ്. ആരാണോ സൊല്യൂട്ട് അതിൻ്റെ പേരിലാണ് ആ സൊല്യൂഷനെ നമ്മൾ നെയിം ചെയ്യുന്നത്. NaCl സൊല്യൂട്ട് ആണെങ്കിൽ ആ സൊല്യൂഷൻ്റെ പേര് NaCl സൊല്യൂഷൻ. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ ജസ്റ്റ് NaCl സൊല്യൂഷൻ അല്ലെങ്കിൽ HCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിലെ സൊല്യൂട്ട് NaCl അല്ലെങ്കിൽ HCl ആണ്, സോൾവെൻറ്റ് വാട്ടറാണ്. നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന എക്വ സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. സോൾവെൻറ്റ് വാട്ടർ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഒരു സൊല്യൂഷൻ എന്താണ്, സൊല്യൂട്ട് എന്താണ്, സോൾവെൻറ്റ് എന്താണ്, ഒരു സൊല്യൂട്ടിൻ്റെ പേരിലാണ് നമ്മളെപ്പോഴും സൊല്യൂഷനെ നെയിം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു ഒരു സൊല്യൂട്ടിൻ്റെ പേരിലാണ് സോൾവെൻറ്റിൻ്റെ പേര് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സൊല്യൂഷൻ്റെ ക്യാരക്ടർ ഡിസൈഡ് ചെയ്യുന്നത്, ഒരു സൊല്യൂഷൻ എത്രത്തോളം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ മൈൽഡ് ആണ് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ടിന് അനുസരിച്ചാണ്.
ഇപ്പോൾ ഒരു ഉപ്പ് സോൾട്ട് സൊല്യൂഷൻ തന്നെ നമുക്ക് നോക്കാം. ഒരു 5 ഗ്രാം സോൾട്ട് എടുത്തിട്ട് 100 ml വാട്ടറിൽ നമ്മൾ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു 10 ഗ്രാം സോൾട്ട് എടുത്തിട്ട് 100 ml വാട്ടറിൽ ആഡ് ചെയ്തു. അപ്പോൾ എപ്പോഴും സോൾട്ട് സൊല്യൂഷൻ കൂടുതൽ സ്ട്രോങ് ആയി മാറുന്നത് എപ്പോഴും പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനകത്ത് എത്ര ഉപ്പ് അല്ലെങ്കിൽ സോൾട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചാണ്. അതുപോലെ തന്നെ ഏതൊരു സൊല്യൂഷൻ്റെയും ക്യാരക്ടർ ഡിസൈഡ് ചെയ്യുന്നത് അതിൽ പ്രസൻ്റ് ആയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എത്രയുണ്ട് എന്നറിഞ്ഞാൽ ആ ഒരു സൊല്യൂഷനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൊല്യൂഷനെ കുറിച്ച് അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചാണ്. കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഒരു സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. The concentration of a solution is defined as the amount of the solute present in a definite volume of the solvent. ഒരു പെർട്ടിക്കുലർ വോള്യൂം സോൾവെൻറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. അതിൽ നമ്മളുടെ സിലബസിൽ നമുക്ക് നോക്കാനുള്ളത് ഈ 3 യൂണിറ്റ്സ് മാത്രമാണ്. അതുമാത്രം നമുക്കിവിടെ ജസ്റ്റ് പരിചയപ്പെട്ടു പോവാം. ആദ്യത്തെ യൂണിറ്റ് മൊളാരിറ്റിയാണ്. എം എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് നോർമാലിറ്റിയാണ്. മൂന്നാമത്തത് പാർട്സ് പെർ മില്യൺ ആണ്. ഈ 3 കാര്യങ്ങൾ, ഈ 3 കോൺസെൻട്രേഷൻ ടേംസാണ് നമുക്ക് ഈ ഒരു സിലബസിൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ആദ്യത്തത് മൊളാരിറ്റി. എന്താണ് മൊളാരിറ്റി എന്ന് നമുക്ക് നോക്കാം. മൊളാരിറ്റി എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. ആ 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോള് സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ടോ അത്രയും മോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ. നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു കെമിസ്റ്റ് എപ്പോഴും എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മോള്. ഗ്രാമൊക്കെ ഉപയോഗിക്കുന്നതിലുപരിയായിട്ട് ഒരു കെമിസ്റ്റ് സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് മോൾ. അപ്പോൾ മൊളാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ ഈ മോൾ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുവാണ്. 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾ സൊല്യൂട്ട് പ്രസൻ്റ് ആണോ അത്രയും ക്വാണ്ടിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ അടുത്ത് ഒരു ബീക്കറിനകത്ത് HCl സൊല്യൂഷൻ ഉണ്ട്. 100 ml 1 ലിറ്റർ സൊല്യൂഷൻ, 1 ലിറ്റർ HCl സൊല്യൂഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. ആ 1 ലിറ്റർ HCl സൊല്യൂഷനിൽ 1 മോൾ HCl ആണ് ഉള്ളത് എന്ന് വിചാരിക്കാം. 1 മോൾ HCl. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ 1 ലിറ്റർ HCl സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. അതിൽ 0.5 മോൾസ് ഓഫ് HCl ആണ് അടങ്ങിയിരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി 0.5 ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ് നമ്മൾ മൊളാരിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Molarity is defined as the number of gram moles of solute present in 1 liter of the solution. എത്ര ഗ്രാം മോളാണോ ഒരു സോൾവെൻറ്റിനകത്ത്, ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനിൽ, 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര ഗ്രാം മോൾ സൊല്യൂട്ടാണോ അടങ്ങിയിരിക്കുന്നത് അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ്റെ മൊളാരിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊളാരിറ്റിയുടെ യൂണിറ്റ് നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ ML ആണ്. അത് വായിക്കുന്നത് മോളാർ എന്നാണ്. ഓക്കെ, ദ യൂണിറ്റ് ഓഫ് മൊളാരിറ്റി ഈസ് M ആൻഡ് ഇറ്റ് ഈസ് റീഡ് ആസ് മോളാർ. ആൻഡ് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ താഴെ തന്നിട്ടുണ്ട്, which is equal to W/M into 1000/V in ml. ഓരോരോ ടേംസ് നമുക്ക് നോക്കാം. M എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്യാപിറ്റൽ M മൊളാരിറ്റിയാണ്. ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് W കാണാം. W, സ്മോൾ ലെറ്റർ W ഡിനോട്ട് ചെയ്യുന്നത് സൊല്യൂട്ടിൻ്റെ വെയ്റ്റ് ആണ്. ഒരു സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ വെയ്റ്റ് ആണ് W. വെയ്റ്റ് എപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാമിലാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന സമയത്തും നമ്മൾ W എന്ന് പറയുന്നത് ഗ്രാമിൽ തന്നെ എക്സ്പ്രസ് ചെയ്യണം. സൊല്യൂട്ടിൻ്റെ വെയ്റ്റ് ഇൻ ഗ്രാം. താഴെ സ്മോൾ ലെറ്റർ M ഡിനോട്ട് ചെയ്യുന്നത് സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസാണ്. മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്, നമുക്കറിയാം. ഇപ്പോൾ ഏതാണോ സൊല്യൂട്ട് ആ സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസാണ് M കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. V ഓൾറെഡി നമുക്കറിയാം, ഇറ്റ് ഈസ് വോള്യൂം ഓഫ് ദി സൊല്യൂഷൻ. നമ്മൾ വോള്യൂം ഓഫ് ദി സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ml ആയിരിക്കണം, മില്ലി ലിറ്ററിലായിരിക്കണം. അതുകൊണ്ടാണ് മുള്ള 1000 വന്നേ. അപ്പോൾ അത് നമുക്ക് അവിടെ വിട്ടേക്കാം. നമുക്ക് ഈ W/M into 1000/V എന്ന് പറയുന്ന ഇക്വേഷനാണ് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ആ W/M എന്നുള്ള ഒരു ടേം, W/M, വെയ്റ്റ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്, ആ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എത്ര ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്ന് നമുക്കറിയാനുള്ള ആ ഒരു വഴിയാണ് W/M. ഓക്കെ, ഇൻറ്റു 1000/V കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ വോള്യത്തിൽ എത്ര ഗ്രാം മോൾ എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും ഓർത്താൽ മതി. മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ, മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനിലെ ഡിഫറെൻറ്റ് ടേംസ്. ഓക്കെ, നെക്സ്റ്റ് നോർമാലിറ്റിയാണ് രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടേം, നോർമാലിറ്റി. മൊളാരിറ്റി നമ്മൾ പറഞ്ഞു 1 ലിറ്റർ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ഇവിടെ നോർമാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട്. 1 ലിറ്റർ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട്. മൊളാരിറ്റിയിലെ നമ്പർ ഓഫ് ഗ്രാം മോൾസ് ആയിരുന്നു, ഇവിടെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട്. അതിനെയാണ് നമ്മൾ നോർമാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമാലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. നോർമാലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ആണ്, വായിക്കുന്നത് നോർമൽ എന്നാണ്. ക്യാപിറ്റൽ N എന്നാണ് യൂണിറ്റ്, വായിക്കുന്നത് നോർമൽ എന്നാണ്. നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ N is equal to W/E into 1000/V in ml. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ ടേംസിനോട് ഒരേപോലെ റിലേറ്റഡ് ആണ്. നോർമാലിറ്റി ആണ് N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. W നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് വെയ്റ്റ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ ഗ്രാം. ഇവിടെയും അങ്ങനെ തന്നെയാണ്. E എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വലൻറ്റ് മാസ് ഓഫ് ദി സൊല്യൂട്ട്, അല്ലെങ്കിൽ ഇക്വലൻറ്റ് വെയ്റ്റ് ഓഫ് ദി സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ ഇക്വലൻറ്റ് വെയ്റ്റ് ആണ്. എങ്ങനെയാണ് ഇക്വലൻറ്റ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഒരു അത്യാവശ്യം വേണ്ട ആസിഡ്സിൻ്റെയും ബേസിൻ്റെയും ഒക്കെ ഇക്വലൻറ്റ് വെയ്റ്റും ബൈ ഹാർട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഇക്വലൻറ്റ് വെയ്റ്റ് ഓഫ് ദി സൊല്യൂട്ടാണ് E കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് V ഓഫ് കോഴ്സ് വോള്യൂം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ml. ഓക്കെ, ഇപ്പോൾ നോർമാലിറ്റി നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. ഇവിടെ W/E എന്നുള്ള ടേം, വെയ്റ്റ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഇക്വലൻറ്റ് വെയ്റ്റ്, അത് ഉപയോഗിച്ചാണ് നമ്മൾ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇക്വേഷൻ, ഡെഫിനിഷൻ, യൂണിറ്റ്, ഡിഫറെൻറ്റ് ടേംസ് ഏതൊക്കെ, ഇത്രയും കാര്യങ്ങൾ നോർമാലിറ്റിയിൽ ഓർത്ത് വയ്ക്കാം. മൂന്നാമത്തെ കോൺസെൻട്രേഷൻ ടേം പാർട്സ് പെർ മില്യൺ ആണ്. പേരിൽ തന്നെയുണ്ട്, മില്യണിൽ എത്ര പാർട്ട് അല്ലേ, പാർട്സ് പെർ മില്യൺ. അപ്പോൾ യൂഷ്വലി ഈ ഒരു കോൺസെൻട്രേഷൻ ടേം നമ്മൾ യൂസ് ചെയ്യുക ഒരുപാട് സൊല്യൂഷനകത്ത് വളരെ ട്രേസ് എമൗണ്ടിൽ, വളരെ കുറഞ്ഞ എമൗണ്ടിൽ സൊല്യൂട്ട് പ്രസൻ്റ് ആയിരിക്കുന്ന കേസസിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന ഈ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. പാർട്സ് പെർ മില്യൺ ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് പാർട്സ് ബൈ വെയ്റ്റ് ഓഫ് ദ സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ മില്യൺ പാർട്സ് ബൈ വെയ്റ്റ് ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ വെയ്റ്റിൻ്റെ മില്യൺ പാർട്സിൽ സൊല്യൂട്ടിൻ്റെ വെയ്റ്റ് എത്രയുണ്ട്, സൊല്യൂഷൻ്റെ മില്യൺ പാർട്സിൽ സൊല്യൂട്ടിൻ്റെ വെയ്റ്റ് എത്രയുണ്ട്, അതാണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന ഈ ഒരു കോൺസെൻട്രേഷൻ ടേം കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂണിറ്റ് എഴുതുക, സ്മോൾ ppml ആണ്, ppm എന്നാണ് വായിക്കുക. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶. അപ്പോൾ നമ്മൾ നോർമാലിറ്റിയും മൊളാരിറ്റിയും പറഞ്ഞ സമയത്ത് സൊല്യൂഷൻ്റെ വോള്യത്തിൻ്റെ ടേംസിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. എന്നാൽ പാർട്സ് പെർ മില്യണിൽ അങ്ങനെയല്ല, ഇറ്റ്സ് സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ മാസ് ഇൻറ്റു 10⁻⁶. മില്യൺ പാർട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, മില്യൺ പാർട്സിൽ ഒരു പെർട്ടിക്കുലർ പാർട്ട് സൊല്യൂഷനിൽ എത്ര കണ്ട് സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂഷ്വലി എക്സാമിന് നമുക്ക് പാർട്സ് പെർ മില്യൺ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ, അങ്ങനെയുള്ള ഒരു അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതാൻ, ഇങ്ങനെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. നോർമാലിറ്റി മൊളാരിറ്റി മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോബ്ലം സൈഡിൽ കാര്യമായിട്ട് ചോദിക്കാറുള്ളൂ. ppm ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക, സിലബസിലുണ്ട്. അതിൻ്റെ ഡെഫിനിഷനും അതേപോലെ ഇക്വേഷനും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് സാധാരണ രീതിയിൽ പാർട്സ് പെർ മില്യൺ ചോദിക്കാറുള്ളത്. ബാക്കി മൊളാരിറ്റി നോർമാലിറ്റി യൂഷ്വലി പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, ഡെഫിനിഷനോ ഇക്വേഷനോ ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. മൊളാരിറ്റിയും നോർമാലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ്. ആദ്യത്തെ പ്രോബ്ലം, കാൽക്കുലേറ്റ് മൊളാരിറ്റി ആൻഡ് നോർമാലിറ്റി ഓഫ് നൈട്രിക് ആസിഡ് വിച്ച് കണ്ടെയ്ൻ 3.15 gram per 100 ml. നമുക്ക് ക്വസ്റ്റൻ ഒന്നുകൂടി നോക്കാം. എന്തിൻ്റെ മൊളാരിറ്റി നോർമാലിറ്റിയുമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? നൈട്രിക് ആസിഡിൻ്റെയാണ്. നൈട്രിക് ആസിഡിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഫോർമുല എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ഇറ്റ്സ് HNO3. HNO3 ആണ് നൈട്രിക് ആസിഡ്. അപ്പോൾ നൈട്രിക് ആസിഡിൻ്റെ എന്തൊക്കെ ഡാറ്റാസാണ് തന്നിരിക്കുന്നത്?
വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ, എത്ര വെയിറ്റ് ഉണ്ട്? വിച്ച് കണ്ടെയ്ൻ 3.15 ഗ്രാം, 3.15 ഗ്രാം HNO3 സൊല്യൂട്ട് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ് വോള്യം തന്നിരിക്കുന്നത് സൊല്യൂഷൻ്റെ? 100 ml ആണ് വോള്യം തന്നിരിക്കുന്നത്. അപ്പം ഞാൻ സൈഡിലേക്ക് ഡാറ്റ പാർട്ട് ഒരു മാർജിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഡാറ്റയും റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. ആദ്യം വെയിറ്റ് W അവിടെ ഈക്വൽ ടു എന്ന് പറഞ്ഞെടുത്ത് എഴുതി. ഇറ്റ്സ് 3.15 ഗ്രാം. W എന്തായിരുന്നു? വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ ഗ്രാം ആണ് W. ഇവിടെ വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് തന്നിട്ടുണ്ട് 3.15 ഗ്രാം. നെക്സ്റ്റ് M, നമ്മൾ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട സാധനങ്ങളാണ്. M, മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. ഇവിടെ സൊല്യൂഷൻ ആരാ? HNO3 സൊല്യൂഷനാണ്. അപ്പോൾ സൊല്യൂട്ട് HNO3 ആണ്. HNO3ൻ്റെ മോളിക്കുലർ മാസ് നിങ്ങൾക്കറിയാം, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു ഹൈഡ്രജൻ, ഒരു നൈട്രജൻ, 3 ഓക്സിജൻ്റെ ആറ്റോമിക് വെയിറ്റ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് 63 ഗ്രാം. V, വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു 100 ml. ഇത്രയും ഡാറ്റ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മൊളാരിറ്റി കണ്ടുപിടിക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. മൊളാരിറ്റി M is equal to W by M into 1000 by V in ml. W already known ആണ് 3.15. M molecular mass of HNO3 63 into 1000 divided by volume 100 ml. And you will be getting 0.5 capital M. എങ്ങനെയാണ് വായിക്കുക? 0.5 മോളാർ. മൊളാരിറ്റി ആൻസർ എത്രയാണ് കിട്ടിയത്? 0.5 മോളാർ. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോർമാലിറ്റിയാണ്. മൊളാരിറ്റിയിലുള്ള ഡേറ്റാസ് തന്നെയാണ്, ഒന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. മോളിക്കുലർ മാസിന് പകരം എന്ത് വേണം? ഇക്വലൻ വെയിറ്റ് വേണം. ഇക്വലൻ വെയിറ്റ് ഓഫ് HNO3 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇക്വലൻ വെയിറ്റ് ഓഫ് HNO3 നൈട്രിക് ആസിഡ് ആണ് അല്ലേ? ഇക്വലൻ വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ, ഇക്വലൻ വെയിറ്റ് ഇസ് ഈക്വൽ ടു മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി. ഓക്കെ, അപ്പോൾ HNO3ൻ്റെ മോളിക്കുലർ വെയിറ്റ് നിങ്ങൾക്കറിയാം, ഇറ്റ്സ് 63 ഗ്രാം. ബേസിസിറ്റി എത്രയാണ് HNO3യുടെ? എത്ര ഹൈഡ്രജൻ ഉണ്ട് HNO3യിൽ? ഒരു ഹൈഡ്രജൻ ആണുള്ളത്. സോ ബേസിസിറ്റി ഈസ് ഈക്വൽ ടു 1. സോ ഇക്വലൻ വെയിറ്റ് ഇസ് ഈക്വൽ ടു 63 ഡിവൈഡഡ് ബൈ 1 വിച്ച് ഇസ് ഈക്വൽ ടു 63. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് എങ്ങനെയാണ് ഇക്വലൻ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ നോർമാലിറ്റീൻ്റെ ഇക്വേഷനിൽ ഈ പറഞ്ഞ ഡാറ്റാസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W 3.15, ഇക്വലൻ വെയിറ്റ് 63 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോള്യം 100. എത്ര വരും നോർമാലിറ്റി? നോർമാലിറ്റി 0.5 നോർമൽ. ക്യാപിറ്റൽ N എങ്ങനെയാണ് വായിക്കുക? നോർമൽ. ഓക്കെ, അപ്പോൾ ഇവിടെ മൊളാരിറ്റി നോർമാലിറ്റി നമുക്ക് സെയിമാണ് കിട്ടിയേക്കുന്നത്. എന്താണ് അതിൻ്റെ റീസൺ? അതിന് റീസൺ HNO3ക്ക് മോളിക്കുലർ വെയിറ്റും ഇക്വലൻ വെയിറ്റും സെയിം ആണ്. വ്യത്യാസമൊന്നുമില്ല, ഡാറ്റയിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് മോളിക്കുലർ വെയിറ്റ്, മൊളാരിറ്റി, നോർമാലിറ്റി നമുക്ക് സെയിം വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം, we have to calculate molarity and normality of NaOH solution which contain 15 gram of NaOH per 250 ml. എന്താണ് വ്യത്യാസം? ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് NaOH സൊല്യൂഷൻ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ്റെ മൊളാരിറ്റിയും നോർമാലിറ്റിയുമാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ മുഴുവൻ ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതി. വെയിറ്റ് W എത്ര ഗ്രാം ഉണ്ട്? 15 ഗ്രാം ആണ് പറഞ്ഞേക്കുന്നത് NaOH. സോ W 15 ഗ്രാം എന്ന് ഞാൻ എഴുതി. നെക്സ്റ്റ് മോളിക്കുലർ മാസ് M, NaOHൻ്റെ മോളിക്കുലർ മാസ് വരുന്നത് ഇറ്റ്സ് 40 ഗ്രാം. എങ്ങനെയാണ് നമുക്ക് 40 കിട്ടിയത്? സോഡിയം 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1 എല്ലാം കൂടെ ആഡ് ചെയ്തു ആൻഡ് വിൽ ബി ഗെറ്റിംഗ് 40. അടുത്തത് വോള്യൂം, സൊല്യൂഷൻ്റെ വോള്യൂം എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നെ? ഇറ്റ്സ് 250 ml. ഈ പറയുന്ന ഡാറ്റാസൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൊളാരിറ്റിയുടെ ഇക്വേഷനിൽ നമുക്ക് മൊളാരിറ്റി 1.5 മോളാർ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോർമാലിറ്റിയാണ്. നോർമാലിറ്റിയിൽ വ്യത്യാസം, മോളിക്കുലർ മാസിന് പകരം ആര് വേണം? ഇക്വലൻ വെയിറ്റ് വരണം. ഇക്വലൻ വെയിറ്റ് ഓഫ് NaOH എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് എ ബേസ്. ബേസിൻ്റെ ഇക്വലൻ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ അസിഡിറ്റി ഓഫ് ദി ബേസ് ആണ്. അസിഡിറ്റി എന്താ? എത്ര OH മൈനസ് ഉണ്ട് അല്ലേ? എത്ര OH മൈനസ് ഗ്രൂപ്പ് ഉണ്ട്, അതാണ് അസിഡിറ്റി. സോ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഇക്വലൻ വെയിറ്റ് എന്ന് പറയുന്നത് മോളിക്കുലർ വെയിറ്റ് 40 ആണ്, അസിഡിറ്റി 1 ആണ്. സോ ഇക്വലൻ വെയിറ്റ് ഇസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 1 വിച്ച് ഇസ് ഈക്വൽ ടു 40. അഗെയിൻ നോർമാലിറ്റി നമുക്ക് 1.5 നോർമൽ കിട്ടി. ഇവിടെയും മൊളാരിറ്റിയും നോർമാലിറ്റിയും സെയിം ആണ്, കാരണം സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഇക്വലൻ വെയിറ്റും മോളിക്കുലർ വെയിറ്റും സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, we have to calculate molarity and normality of 250 ml of a solution which contain 0.63 gram of oxalic acid. Oxalic acid ആണ്.
ഫോർമുല ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. H2C2O4 2H2O. H2C2O4 2H2O. തന്നിരിക്കുന്ന ഡാറ്റാസൊക്കെ വീണ്ടും ഞാൻ റൈറ്റ് സൈഡിൽ എഴുതി. W വെയ്റ്റ് ഓഫ് ദ സൊല്യൂട്ട് എത്രയാണ് ക്വസ്റ്റ്യനിൽ? ഇറ്റ്സ് 0.63 gram. മോളിക്കുലർ മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് H2C2O4 2H2O. 2 ഹൈഡ്രജൻ, 2 കാർബൺ, 4 ഓക്സിജൻ, 2 വാട്ടർ മോളിക്യൂൾ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ യുൽ ബി ഗെറ്റിംഗ് 126 gram. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ എത്രയുണ്ട് ക്വസ്റ്റ്യനിൽ? ഇറ്റ്സ് 250 ml. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് യുൽ ബി ഗെറ്റിംഗ് 0.02 മോളാർ. ഇനി നോർമാലിറ്റി വേണം. നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കൂടെ അറിയണം? ഇക്വലൻ വെയിറ്റ് കൂടെ അറിയണം. ഓക്സാലിക് ആസിഡിൻ്റെ ഇക്വലൻ വെയിറ്റ് എത്രയാണ്? ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H2C2O4 2 ഹൈഡ്രജൻ ഉണ്ട്. സോ ബേസിസിറ്റി ഈസ് ഈക്വൽ ടു 2 അല്ലേ? മോളിക്കുലർ വെയിറ്റ് 126 ആണ്, ബേസിസിറ്റി 2 ആണ്. സോ ഇക്വലൻ വെയിറ്റ് ഇസ് ഈക്വൽ ടു 126 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 63. നോർമാലിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യുൽ ബി ഗെറ്റിംഗ് 0.04 നോർമൽ. 2 വാല്യൂം സെയിം അല്ല. എന്താണ് കാരണം? ഓക്സാലിക് ആസിഡിൻ്റെ മോളിക്കുലർ വെയിറ്റും ഇക്വലൻ വെയിറ്റും ഡിഫറെൻ്റ് ആണ്. സെയിം വാല്യൂസ് അല്ല. സോ നോർമാലിറ്റി മൊളാരിറ്റിയും ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് Na2CO3. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു Na2CO3 നമുക്ക് ആവശ്യം വരും പ്രോബ്ലം ചെയ്യുമ്പോഴും, അതുപോലെ ലാബ് സെഷനിലും നമുക്ക് ആവശ്യം വരും. അപ്പോൾ Na2CO3ൻ്റെ ഇക്വലൻ വെയിറ്റും മോളിക്കുലർ വെയിറ്റും ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം മൊളാരിറ്റി, നോർമാലിറ്റി, Na2CO3. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു W ഇസ് ഈക്വൽ ടു 3.16 gram. മോളിക്കുലർ മാസ് ഓഫ് Na2CO3 എത്ര വരും? 2 സോഡിയം, 1 കാർബൺ, 3 ഓക്സിജൻ, മൊത്തം 106 gram. വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ 500 ml. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യുൽ ബി ഗെറ്റിംഗ് ദി ആൻസർ 0.0595 മോളാർ. ഇക്വലൻ വെയിറ്റ്, സോഡിയം കാർബണേറ്റിൻ്റെ ഇക്വലൻ വെയിറ്റ് ഞാൻ ഓൾറെഡി ടേബിളിൽ തന്നിരുന്നു. ജസ്റ്റ് നോക്കാം. 106 ആണ് മോളിക്കുലർ വെയിറ്റ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഇക്വേഷൻ എഴുതി ഈക്വലൻ വെയിറ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ളതല്ല. ഒരു റിയാക്ഷൻ, കംപ്ലീറ്റ് റിയാക്ഷൻ എഴുതി ആ റിയാക്ഷനിൽ എത്രത്തോളം കാര്യങ്ങൾ ഇക്വലൻ വെയിറ്റിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ അനുസരിച്ച് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ സിലബസിൽ നോക്കാനില്ലാത്തത് കൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഇക്വലൻ വെയിറ്റ് അറിഞ്ഞു വെച്ചാൽ മതി. സോഡിയം കാർബണേറ്റിൻ്റെത് ഇറ്റ്സ് 53 gram. ഓക്കെ, നോർമാലിറ്റിയുടെ ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 0.119 നോർമൽ. ഇത്രയും നേരം നമുക്ക് ഡയറക്റ്റ് ഡാറ്റാസ് തന്നു. നിങ്ങളോട് മൊളാരിറ്റിയോ നോർമാലിറ്റിയോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. ഇനി നേരെ തിരിച്ച് മൊളാരിറ്റി തന്നിട്ട് ഏതെങ്കിലും ഒരു ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് കാൽക്കുലേറ്റ് ദ വെയ്റ്റ് ഓഫ് ഓക്സാലിക് ആസിഡ് റിക്വയർഡ് ടു പ്രിപ്പയർ 250 ml ഓഫ് 0.15 മോളാർ സൊല്യൂഷൻ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വെയ്റ്റ് ഓഫ് ഓക്സാലിക് ആസിഡ് ആണ്. ദാറ്റ് മീൻസ് W. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓക്സാലിക് ആസിഡ് ആണ് സൊല്യൂഷൻ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ വോള്യൂം 250 ml ആണെന്ന് തന്നിട്ടുണ്ട്. സൊല്യൂഷൻ്റെ മൊളാരിറ്റി 0.15 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ ഡാറ്റയും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്സാലിക് ആസിഡ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് മോളിക്കുലർ മാസ് അറിയാം. ഇറ്റ്സ് 126 gram. ബാക്കി തന്നിരിക്കുന്ന ഡാറ്റ ഒക്കെ ഞാനിവിടെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി മൊളാരിറ്റിയുടെ ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. W/m × 1000/V. മൊളാരിറ്റി എനിക്കറിയാം. സോ 0.15 എഴുതി. W അറിയില്ല, അതവിടെ തന്നെ വെച്ചു. ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് അറിയാം. 126 × 1000 ഡിവൈഡഡ് ബൈ 250. നമ്മൾ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ W അവിടെ വെച്ചു. ബാക്കിയുള്ളതൊക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ യു വിൽ ബി ഗെറ്റിംഗ് W ആസ് 4.725 gram. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി തന്ന് അത് എത്ര വെയിറ്റ് ഉണ്ട്, എത്ര വോള്യം ഉണ്ട് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് ഏതാണ് ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഏത് ആസിഡാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഏത് ആസിഡാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്തറിയില്ല? മോളിക്കുലർ മാസ് അറിയില്ല. അപ്പോൾ നിങ്ങളോട് മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഒരു പ്രോബ്ലത്തിൽ പറയുന്നത്. 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് ആൻ ആസിഡ് കണ്ടെയ്ൻ 2.25 gram in 250 ml of the solution. What is the molar mass of the acid? M, സ്മോൾ ലെറ്റർ M, മോളാർ മാസാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ തന്നിരിക്കുന്ന ഡാറ്റ എഗെയിൻ ഞാൻ റൈറ്റ് സൈഡിൽ എഴുതി. മൊളാരിറ്റി M is equal to 0.1 മോളാർ, വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ 250 ml, weight of the solute 2.25 gram, and we have to calculate small letter M, which is molecular mass of the solute.
എല്ലാ ഡാറ്റയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മോളിക്കുലർ മാസ് എം മാത്രം നമുക്കറിയില്ല, അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് മാറ്റി എമ്മിന് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി 0.1 ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു. യു വിൽ ബി ഗെറ്റിംഗ് മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു 90 gram. ഓക്കെ, ചെയ്ത് നോക്കുക, പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എല്ലാം മോളാരിറ്റി നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഇക്വേഷൻ, അല്ലെങ്കിൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, അങ്ങനെയുള്ള എല്ലാം നമ്മൾ പല ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ 2 പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേതിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് HNO3 നൈട്രിക് ആസിഡിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാനാണ്. നൈട്രിക് ആസിഡിൻ്റെ നോർമാലിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ് വോളിയം എന്നും തന്നിട്ടുണ്ട്. നൈട്രിക് ആസിഡാണ്, അതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ ഈക്വലൻ്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഈക്വലൻ്റ് വെയിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കി ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 1.575 gram കിട്ടും. നിങ്ങൾ ഫുള്ള് കാര്യങ്ങൾ ഡാറ്റയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ അടക്കം എഴുതി ഒരു 4 മാർക്കിൻ്റെ പ്രോബ്ലത്തിന് എങ്ങനെയാണോ ആൻസർ ചെയ്യുക അതേ രീതിയിൽ ആൻസർ ചെയ്തിട്ട് നോട്ടിൽ എഴുതാം. ഓക്കെ, അടുത്ത സൊല്യൂഷൻ, അടുത്ത പ്രോബ്ലം ഒരു സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ്റെ മൊളാരിറ്റിയും നോർമാലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലർ ഫോർമുല നിങ്ങൾക്കറിയാം, ഇറ്റ്സ് H2SO4 ആണ്. H2SO4 സൊല്യൂഷൻ്റെ മൊളാരിറ്റി നോർമാലിറ്റി കാണണം. നിങ്ങൾക്ക് വോളിയം തന്നിട്ടുണ്ട്, സൊല്യൂട്ടിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, സൾഫ്യൂരിക് ആസിഡ് ആണ്. സോ നിങ്ങൾക്ക് മോളിക്കുലർ മാസും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം, ഈക്വലൻ്റ് വെയിറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാറ്റാസായി മൊളാരിറ്റി നോർമാലിറ്റിയും കണ്ടുപിടിക്കാം. ആൻസർ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. മൊളാരിറ്റി 0.02 ആണ്, നോർമാലിറ്റി 0.04 ആണ്. ഓക്കെ, ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് എങ്ങനെയാണോ നിങ്ങൾ ആൻസർ ചെയ്യുക, 3 മാർക്ക് മൊളാരിറ്റിക്കും 3 മാർക്ക് നോർമാലിറ്റിക്കും എങ്ങനെയാണോ ആൻസർ ചെയ്യുക അതേ രീതിയിൽ ഈ ആൻസേഴ്സ് കംപ്ലീറ്റ് ഡാറ്റാസൊക്കെ കൊടുത്ത് ഇക്വേഷനൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആൻസർ എഴുതി ഈ നോട്ടിൻ്റെ കൂടെ 7ഉം 8ഉം ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്തിട്ട് ആൻസർ അടക്കം എഴുതി സബ്മിറ്റ് ചെയ്യാം. ഓക്കെ.